അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളെയും എന്നെയും ആവർത്തിച്ചു ഉണർത്തുന്നു. ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യോട് ഒരു സഹാബി പല കാര്യങ്ങളും ചോദിച്ചറിയുന്ന ഒരു ഹദീസാണ്. ഒരല്പഭാഗം മാത്രമാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുന്നത്. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമുൻ യസ്തന്നൂന ബിഗൈരി സുന്നതി വയഹദൂന ബിഗൈരി ഹദീ തഅരിഫു മിൻഹും തുൻകറ. മുത്തഫഖുൻ അലൈഹി. അല്പഭാഗം മാത്രമാണ് ഈ ഹദീസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുദീർഘമായി പോകും എന്ന നിലക്കാണ് അല്പഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം മുൻകൂറായി പറഞ്ഞു. അള്ളാഹുവിൻ്റെ വഹി മുഖേനയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ വരും, യസ്തന്നൂന ബിഗൈരി സുന്നതി, എൻ്റെ സുന്നത്തിനെ അല്ലാത്ത സുന്നത്തിനെ, എൻ്റെ ശരിയല്ലാത്ത ശരിയെ ശരിയായി സ്വീകരിക്കും. അതായത് മുസ്ലിമുകളിൽപ്പെട്ട വിഭാഗം ഞാൻ പറഞ്ഞുവല്ലോ, 70 പരം ശാഖകളായി, അല്ലെങ്കിൽ 72 പരം ശാഖകളായി, 73 ശാഖകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം പിരിയും. അതിലൊന്ന് മാത്രമാണ് സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒക്കെ നമസ്കരിക്കുന്നവർ മുസ്ലിമുകളാണ്, ഞങ്ങൾ മുസ്ലിമുകളാണെന്ന് പറയുന്നവരെ തന്നെയാണ്. സംഘടനകളും പേരുകളും വലുതായിരിക്കാം, പക്ഷേ നെയ്യപ്പത്തിൽ നെയ്യില്ല എന്ന് പറഞ്ഞ പോലെ സുന്നി എന്ന് പറയാറുണ്ട് ചില ആളുകൾ, ഞങ്ങൾ സുന്നികളാണ് എന്ന്. അതിൽ സുന്നത്തില്ല. സുന്നത്ത് എന്താണോ അപ്പോഴല്ലേ സുന്നിയാവുള്ളൂ. നെയ്യപ്പത്തിൽ വെളിച്ചെരിയിൽ അപ്പം ചുട്ടാൽ നെയ്യപ്പാവില്ലല്ലോ എന്ന് പറയുന്നു എന്ന പോലെയാണ് സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് വിഭാഗം ആളുകളുണ്ട്. അവരിവിടെ നമ്മളിടയിൽ ഞങ്ങളാണ് യഥാർത്ഥ സുന്നി വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു പ്രമേയം നാം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകും. അവർ എഴുതിയിട്ട പ്രമേയമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രമേയം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പായി ഈ ഹദീസിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ വരും. വിശ്വാസം പറയാനിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമുൻ, വിശ്വാസം പറഞ്ഞു ഒരു വിഭാഗം ആളുകൾ വരും. യസ്തന്നൂന ബിഗൈരി സുന്നതി, അവർ എൻ്റെ സുന്നത്തിനെ അല്ലാത്ത സുന്നത്തിനെ, എൻ്റെ ശരിയല്ലാത്ത സുന്നത്തിനെ, ശരിയെ, എൻ്റെ മാർഗമല്ലാത്ത മാർഗത്തെ, ഞാൻ മാതൃക കാണിച്ചു തരാത്ത കാര്യങ്ങളെ സുന്നത്തായി ശരിയായി അവർ സ്വീകരിക്കും. വയഹദൂന ബിഗൈരി ഹദീ, എൻ്റെ മാർഗമല്ലാത്ത മാർഗത്തെ അവരെന്ത് ചെയ്യുന്നു? മാർഗദർശനം നൽകുകയും ചെയ്യും, പ്രബോധനം ചെയ്യുകയും ചെയ്യും. തഅരിഫു മിൻഹും തുൻകറ, അവരൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നമസ്കരിക്കും, നോമ്പ് വെക്കും, ഹജ്ജ് ചെയ്യും, സക്കാത്ത് കൊടുക്കും, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും. തുൻകറ, കുറ്റകരമായ കാര്യങ്ങൾ, ശിർക്കും ബിദ്അത്തുമായ കാര്യങ്ങളും ഉൾപ്പെടെ അവർ ചെയ്യും എന്നുള്ള മുന്നറിയിപ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് നൽകിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മളെ കൂട്ടത്തിൽ ഞങ്ങളാണ് സുന്നികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം അനാചാരങ്ങൾ ഇവിടെ
നടപ്പാക്കിക്കൊണ്ടൊരു വിഭാഗം നമ്മളെ കൂട്ടത്തിലുണ്ട്, സ്വന്തക്കാരുണ്ട്, ബന്ധക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് ആണോ ഈ ഹദീസ് എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. അവരുടെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് എങ്കിൽ അതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാകുന്നു. കാരണം അവരുപ്പെട്ട ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, CM മടവൂരാണ് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, മാത്രമല്ല പറഞ്ഞു വന്നിപ്പോൾ പടച്ചോനുമാണ് എന്നുകൂടി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെ എന്താണ് സമസ്ത, എന്താണ് മുജാഹിദ് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ അടുത്തയായി ഒരു രാഷ്ട്രീയക്കാരൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഏടാളന്മാർ മുഖേന അള്ളാഹുവിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതില്ല, നേർക്കുനേർ പ്രാർത്ഥിച്ചാൽ മതി എന്ന് രാഷ്ട്രീയ പ്രസംഗത്തിലൂടെ പറഞ്ഞപ്പോഴേ മറ്റൊരു പണ്ഡിതൻ അതിനെതിരെ പറഞ്ഞു, 20ഓളം ആയത്തുകളുണ്ട് ഇടാളന്മാർ മുഖേന പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും അവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മറ്റൊരു പണ്ഡിതൻ പറയുകയുണ്ടായി, കേന്ദ്രകാരനൊന്നുമല്ല, പക്ഷേ മുജാഹിദ് എന്നാണല്ലോ അവർക്കെതിരെ ആര് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും മുജാഹിദിൻ്റെ പേരിട്ടേക്കാണല്ലോ ഇടാറുള്ളത്. ഒരു പണ്ഡിതൻ പറഞ്ഞു, പ്രസംഗത്തിൽ ഖുത്ബയിലാണ് തോന്നുന്നു, അല്ല പ്രസംഗത്തിൽ പറഞ്ഞു, സുന്നികളൊക്കെ ഹാഫിറുകളാണ്, അതുകൊണ്ട് അവർ തുടർന്ന് നിസ്കരിക്കരുത്. അപ്പോഴും ഹാലിളകി അത് മുജാഹിദിൻ്റെ കേന്ദ്രമിൻ്റെ പേരിൽ വെച്ച് കെട്ടി അവരെന്ത് ചെയ്യുന്നു, രംഗത്തിറങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് സമസ്ത, എന്താണ് മുജാഹിദ്, എന്നാണ് സമസ്ത ഉണ്ടായത്, എന്നാണ് മുജാഹിദ് ഉണ്ടായത് എന്നുള്ള മറ്റുള്ള ഒരുപാട് പാർട്ടികളൊക്കെ ഉണ്ട്. എല്ലാ പാർട്ടികളെയും ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം എന്നാണ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രമാണത്തിൽ ആരാണുള്ളത്, അവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. ആ പ്രമാണത്തിൽ പുറത്ത് ആരാണുള്ളത്, അവർ എന്താവുന്നു, മുസ്ലിങ്ങളാണ്. അത് വ്യക്തമായിട്ട് എന്തേണ്ട, നമ്മൾ പ്രസംഗത്തിൽ കൂടി പറയണ്ട, യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അടിസ്ഥാനപരമായി കാര്യം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് ധാരാളം പണ്ഡിത പൂജന്മാരൊക്കെ ഉണ്ട് ഇവിടെ, പല പണ്ഡിതനും പ്രാസംഗികന്മാരൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് ഒരു സാധാരണക്കാരൻ എന്ന നിലക്കാണ് ഞാൻ ഇക്കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തെറ്റുകുറ്റങ്ങളൊക്കെ വന്നേക്കാം, അള്ളാഹു പൊറുത്തി തരട്ടെ നമുക്ക്. അതുകൊണ്ട് ആയത്തും ഹദീസും പറയുമ്പോഴൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം, കരുതിക്കുട്ടി പറയല്ല, പരിചയക്കുറവുകൊണ്ട് വന്നു പോകുന്നതാണ്. അള്ളാഹു പൊറുത്തി തരട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ എന്താണ് സംസ്ഥ, എന്താണ് മുജാഹിദ് എന്നുള്ള അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. ആർക്കും എന്തും ആവാലോ, ഒന്ന് സംസ്ഥയാണെങ്കിൽ സംസ്ഥയായി ജീവിച്ചോളിയും, മുജാഹിദ് ജീവിച്ചോളിയും. മുജാഹിദിൽ പല സംഘടനകളുണ്ടല്ലോ, സമസ്തയിൽ പല സംഘടനകളുണ്ടോ, അതൊക്കെ ഉണ്ടാവും. അങ്ങനെ വിശ്വാസമായിട്ട് പറഞ്ഞതാണല്ലോ, അതൊന്നും എന്തല്ല നമ്മളെ നിയന്ത്രിക്കപ്പെട്ടതല്ല. പക്ഷെ അതിൽ നിന്ന് ഒന്ന് മാത്രമാണ് സ്വർഗത്തിൽ എന്ന് വിശ്വാസം പറഞ്ഞല്ലോ, മാ ആന അലി സഹബി, ഞാനും എൻ്റെ സാബത്തും. അതാണല്ലോ വിശ്വാസം പറഞ്ഞത്. പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും. സംസ്കരിക്കും, നോമ്പ് വെക്കും, ഹജ്ജ് ചെയ്യുന്നവരൊക്കെ തന്നെയാണ് അവർ. അതിൽ ഒന്ന് മാത്രമാണ് സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ സഹാബിവര്യന്മാർ ചോദിക്കുകയുണ്ടായി, ആ ഒന്ന് സ്വർഗത്തിന് അവകാശികൾ ആരാണ് ചോദിച്ചപ്പോഴേ, മാ ആന അലൈഹി വസാബി, ഞാനും എൻ്റെ സാബത്തും ഏതോ ഒരു മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിച്ചവർ. മറ്റേ ഇതിൽ മാ അന അലൈഹി വസാബി എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്യവും, ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ സാബത്തും ഏതോ ഒരു മാർഗം, ആ മാർഗം. കാരണം അല്യവും അക്മൽതു ലക്കും ദീനക്കും, ഇന്നത്തെ ദിവസം പൂർത്തിയാക്കി തന്നു, ദീൻ മുഴുവൻ പൂർത്തിയാക്കി തന്നു. ഇനി ദീനിലൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല, വെട്ടിച്ചൊരുക്കേണ്ടതുമില്ല, പ്രഖ്യാപിച്ചല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഹജ്ജിൽ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ 23 വർഷക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുത്തു, അതാണ് യഥാർത്ഥ ഇസ്ലാം.
അതാണ് സ്വീകരിക്കേണ്ടത്. അതാണ് സ്വർഗത്തിൻ്റെ അവകാശികളുടെ ലക്ഷണം. അതാണ് നമ്മളെപ്പോഴും പരിശോധിക്കേണ്ടത്. നബി സഹാബത്തെ ഏകോപിച്ച മാർഗത്തിലാണോ അല്ലേ എന്നുള്ളത്. നമുക്ക് ഒരു സ്വർണം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് തട്ടാഴ്ത്ത് കൊണ്ടേ കൊടുക്കും. ഇത് സ്വർണ്ണമാണോ അല്ലേ, എന്താണ് ഇത്, മുക്കാണോ അല്ലേ? അപ്പോൾ ഒരു ഒരക്കാലിൽ, പഴയ കാലത്ത് ഒരക്കാലിൽ വെച്ച് വരച്ച് നോക്കും. ഇതെത്ര മാറ്റുള്ള സ്വർണ്ണമാണ് എന്ന് അവർ പറയും. ഇപ്പോൾ ഒരു മെഷീനുണ്ട്, മെഷീനിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് സ്വർണ്ണമുണ്ട്, അല്ല സ്വർണ്ണം ഇല്ല, കാര്യം വ്യക്തമാക്കി തരാൻ ഇപ്പോൾ മെഷീനുണ്ട്. എന്ന പോലെ നമ്മളെ കർമ്മങ്ങൾ നമ്മളെപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കണം. ഇങ്ങനെ നബി സാഹിബ് ചോദിച്ച മാർഗമാണോ അല്ലേ നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുക, അല്ല എങ്കിൽ വിട്ടുകളയുക. ഇതുവരെ അത് വ്യക്തമാകുന്നവരെ ഒരു സംശയാസ്പദമായ ഒരു കാര്യം വന്നാലോ അത് നിർത്തിവെക്കണം. ഇതുവരെ അത് വ്യക്തമാകുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹറാം എന്നതാണ്, ഹലാൽ എന്നാണ്, അത് രണ്ടും പഠിപ്പിച്ചിട്ടുണ്ട്. ഇടയിൽ എന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങളുണ്ടാവും, അത് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹറാമിൽ നിങ്ങൾ പെട്ടു. അത് തരണം, നിർത്തിവെക്കണം. ഫഖീഫ് നിർത്തിവെക്കാനാണ് കൽപ്പന. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നിർത്തിവെക്കുക. നമുക്കറിയില്ല, അറിയാത്തൊരു കാര്യമാണെങ്കിൽ ശരിയാണോ തെറ്റാണോ, ഹറാമാണോ ഹലാലാണോ അറിയില്ല, നിർത്തിവെക്കുക. അത് വ്യക്തമാകുന്നവരെ. കാരണം ഇസ്ലാം നമുക്ക് പകൽ വെളിച്ചം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ അത് കാത്തു സൂക്ഷിക്കും അല്ലാഹു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിർബന്ധമായ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ, സംശയമില്ലാത്ത ധാരാളം കാര്യങ്ങളുണ്ട്, അതുമായി മുന്നോട്ട് പോവുക. സംശയാസ്പദമായ കാര്യങ്ങൾ നിർത്തിവെക്കുക. അതാണ് നമുക്ക് വിജയം. ശരിയാണോ തെറ്റാണോ അറിയുവാൻ ഖുർആനും ഹദീസ് പഠിച്ചറിയുക, മറ്റ് മാർഗവുമില്ല. പണ്ഡിത ഭൂരിമാരെ പിൻപറ്റിയാൽ വഴി വീഴ്ക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധപ്പെടുത്തിയുള്ളൂ. ഏത് ഹദീസ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമുൻ യസ്തന്നൂന ബിഗൈരി സുന്നത്തി വയഹ്ദൂന ബിഗൈരി ഹദീ തഅരിഫു മിൻഹും മുൻകർ എന്ന ഹദീസ് ബുഖാരി മുസ്ലിം ഹദീസ് നിങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടായി. വിഭാഗം ആളുകൾ വരും, അവർ എൻ്റെ ശരിയില്ലാത്ത എന്ത് ചെയ്യുന്നു? ശരിയെ സ്വീകരിക്കും, എൻ്റെ മാർഗ്ഗമല്ലാത്ത മാർഗ്ഗത്തെ അവർ പ്രഭാവം ചെയ്യും. നല്ല നല്ല കാര്യങ്ങളും ചീച്ച കാര്യങ്ങളും അവർക്ക് കാണാം എന്ന് പറഞ്ഞ ഹദീസ് അടിവരട്ട് മനസ്സിലാക്കുക, ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കുക. അത് റസൂലുള്ളാഹി പറഞ്ഞതാണ്, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മളിൽപ്പെട്ട ഒരു വലിയൊരു കക്ഷിയുണ്ട്. മുസ്ലിമീങ്ങളാണ് ഞങ്ങളാണ് സുന്നികൾ, ഞങ്ങളാണ് ആളുകളെന്ന് പറഞ്ഞ് വായിച്ചു കൊണ്ടിരിക്കുന്ന, തല്ലിക്കൊട്ടൊക്കെ കെട്ടി മുജാഹിദുകളൊക്കെ വഴിപ്പിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളടിയിൽ ഇവിടെ മുൻപന്തിയിൽ ഞങ്ങൾ നിലയ്ക്ക് ഇവിടെ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾസംഖ്യ കൂടുതലുള്ള, ജനസംഖ്യ കൂടുതലുള്ള ഒരു സമൂഹം ഇവിടെ എന്തുണ്ട്? നമ്മളിടയിലുണ്ട്. അവരാണോ ഇവർ എന്ന് നാം സംശയിക്കേണ്ട രൂപത്തിലൂടെയാണ് അവരുടെ പെരുമാറ്റം പ്രവർത്തനങ്ങളൊക്കെ തന്നെ എന്നാണ് ഞാൻ തെളിയിക്കാൻ പോകുന്നത്. ശരിയാണോ സ്വീകരിക്കുക, തെറ്റാണോ കേൾക്കുന്നവർക്ക് തള്ളിക്കളയാവുന്ന അവസരമുണ്ട്. ഖുർആനും ഹദീസും അനുസരിച്ച് ആണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എന്നാണ് സമസ്ത ഇവിടെ ഉണ്ടായത് എന്നുള്ളതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. എന്നാണ് മുജാഹിദ് ഇവിടെ ഉണ്ടായത് എന്നുള്ളതിലേക്കാണ് ഞങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അക്കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക തന്നെ വേണം. ഇവിടെ 100 വർഷങ്ങൾക്ക് മുമ്പ് 1914 മുതൽ ജനങ്ങളെ ഏകീകരിക്കുവാൻ വേണ്ടി ഒരു ഐക്യസംഘം ഉണ്ടാക്കാൻ വേണ്ടി അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാർ പരിശ്രമിച്ചു. അങ്ങനെ 1921 അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാരെല്ലാവരും കൂടി ഒരു സംഘടന ഉണ്ടാക്കുകയുണ്ടായി. ഐക്യസംഘം എന്നായിരുന്നു ആ സംഘടന പേര്. അന്ന് മനസ്സിലാക്കുക, കേരളത്തിൽ എന്തില്ല? മുജാഹിദില്ല, ജമാഅത്തില്ല, സമസ്ത ഇല്ല, തബ്ലീഗില്ല, അങ്ങനെ ഒരുപാട് സംഘടനകൾ, നിലവിലുള്ള സംഘടനകളൊന്നും ഒന്നില്ല, ഒറ്റ സംഘടനകളില്ല.
ആ കാലഘട്ടം അന്നുണ്ടായിരുന്ന എല്ലാ പണ്ഡിതന്മാരും കൂടി ഒരുമിച്ചുണ്ടാക്കിയ ഒരു സംഘടനയാണ് എന്ത്? ഐക്യസംഘം. അത് 921 അങ്ങനെ 924 വരെ അവർ പ്രവർത്തിച്ചു. അവർ പ്രമേയം ഖുർആൻ ഹദീസും അനുസരിച്ച് നബി സാഹിബ് വെച്ച മാർഗം സെൽഫ് മനഹജ് അനുസരിച്ച് ജനങ്ങളെ പ്രബോധനം ചെയ്യുക, അവരെ സത്യമാർഗത്തിലേക്ക് കൊണ്ടുവരിക, അവരെ അന്ധവിശ്വാസം അനാചാരങ്ങളും ശരിക്കും വിദ്യാർത്ഥികളിലും പെട്ട് വഴിച്ചു എന്നും അവരെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. അങ്ങനെ 924 വരെ മുതൽ 924 വരെ എന്ത് ചെയ്തു? അവർ സംഘടന ഇല്ലാത്ത രൂപത്തിലൂടെ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് സംഘടന രജിസ്റ്റർ ആവശ്യമാണെന്ന് ബോധ്യം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? കേരള ജമിഅത്തുൽ ഉലമ എന്ന പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തു 924. മനസ്സിലാക്കണം, അന്നെന്തില്ല, ഇവിടെ മുജാഹിദില്ല, ജമാഅത്തില്ല, ഒരു സംഘടനയുള്ള ഒറ്റ സംഘടന ഐക്യസംഘം 921 രൂപീകരിച്ചു. 924 കേരള ജമിഅത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്തപ്പോൾ പ്രമേയം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുഖത്തിൻ്റെ അവകാശികളായി ജീവിക്കാൻ ആവശ്യമായ പ്രമേയം ഞാൻ എൻ്റെ സാബത്തും ഏതൊരു മാർഗം, ആ മാർഗം നബി സാഹിബ് മാർഗം. അത് ഒറ്റ പ്രമേയം, വേറെ പ്രമേയങ്ങളൊന്നുമില്ല. ഖുർആൻ ഹദീസ് അനുസരിച്ച് ജനങ്ങളെ പ്രബോധനം ചെയ്യുക, നമ്മൾ ജീവിക്കുക, ജനങ്ങളെ പ്രബോധനം ചെയ്യുക. ഇതായിരുന്നു സെൽഫി മനഹജ്, അങ്ങനെയും പറയും. നബി സാഹിബ് ചോദിച്ച മാർഗം അങ്ങനെ പറയും. അതായിരുന്നു ആ ഐക്യസംഘത്തിൻ്റെ അല്ലെങ്കിൽ കേരള ജമിഅത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പ്രമേയം. അതനുസരിച്ച് എന്ത് ചെയ്തു? ബാഹ്യമായി തന്നെ പുറത്തിറങ്ങിയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്തല്ലോ. ഇതിന് ഗവൺമെൻറ്റിനെ ഭയപ്പെടേണ്ടതില്ല. ആ കാലഘട്ടം മനസ്സിലാക്കണം, ഏതായിരുന്നു കാലഘട്ടം എന്നൊക്കെ തന്നെ. അതുകൊണ്ട് ബാഹ്യമായി പുറത്തിറങ്ങി തന്നെ എന്ത് ചെയ്തു? ഖുർആനും ഹദീസും അനുസരിച്ച് അവർ ബോധനം ചെയ്തപ്പോൾ മൗലൂദ് റാത്തീബ് ബദ്ദാത്ത് കുത്തയ്യത്തുകൾ പോലുള്ള സമസ്തക്കാർ ഇപ്പോൾ ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ സുന്നികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമില്ലാത്ത പല അനാചാരങ്ങളും റസൂലുള്ളാഹിനോട് പാപം തേടുക, വഫാത്തായ പ്രവാചകന്മാരെ വിളിച്ച് തേടുക, മരിച്ചവർക്ക് നേർച്ചകൾ അർപ്പിക്കുക, ആണ്ട്, അതേപോലെ തന്നെ മരിച്ച വീട്ടിൽ അടിയന്തരം കഴിക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് അനാചാരങ്ങളാവുന്നു. ഖബറിൻ്റെ പുറത്ത് നിന്ന് ഓതുക, മയ്യിത്ത് ദിക്ർ ചൊല്ലുക പോലുള്ള കാര്യങ്ങൾ അനാചാരങ്ങളാവുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടതല്ല, അത് ബിദ്അത്താവുന്നു. ചില ബിദ്അത്തുകൾ ശിർക്കിൽ എത്തിപ്പെടുന്ന ഇസ്ലാമിൽ പുറത്തു പോകും എന്ന കാര്യം അവർ പ്രവാദം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അത് മുഖേന ജീവിച്ചിരുന്ന കുറേ പണ്ഡിതന്മാരുണ്ടായിരുന്നു. മൗലൂദ് ഓതി, റാത്തീബ് ഓതി, മാലകൾ ഓതി, ഖബറിൻ്റെ പുറത്ത് നിന്ന് ഓതി, മരിച്ച മയ്യിത്തിന് മുമ്പിൽ ഓതി, അങ്ങനെ ആഖിർ തൊഴിലാളികളായ ആളുകൾ, അങ്ങനെ പറയണം അവർക്ക്, ആഖിർ തൊഴിലാളികൾ. അവരെന്ത് ചെയ്തു? അവർക്ക് ഹാലിളകി. അങ്ങനെ അവരെന്ത് ചെയ്തു? കുറേ പണ്ഡിതന്മാർ അതിരുന്ന് അത്തരത്തിലുള്ള പണ്ഡിതന്മാർക്ക് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ 926 സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന പേരിൽ അവരെന്ത് ചെയ്തു? ഒരു സംഘടന രൂപീകരിച്ചു. ശേഷം എന്ത് ചെയ്തു? അവർ പ്രമേയം എഴുതി. ആ പ്രമേയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. എന്താണ് അത്? ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് സമസ്ത എന്ന്. അത് വായിക്കാം. കേരളത്തിലെ മുസ്ലിംകളിൽ അനേകം കൊല്ലമായിട്ട് നിരാക്ഷേപം നടന്നു വരുന്നതും ഇപ്പോഴും നടത്തി വരുന്നതുമായ താഴെ വിരിക്കുന്ന കാര്യങ്ങൾ അഹ്ൽ സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളാൽ മതാനുസരങ്ങളാണെന്ന് സ്ഥിരപ്പെടുത്തപ്പെട്ടവയാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ അഥവാ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികൾ അല്ലെന്നും. അടിവരണം കേട്ടോ, സുന്നികൾ അല്ലെന്നും. ഞാൻ ഓരോന്നും വിശദീകരിക്കില്ല, ഞങ്ങളിൽ ഓരോന്നും കേൾക്കുന്നവർ അതായത് മനസ്സിലാക്കുക ആ വാചകം എങ്ങനെയാണ് എന്നുള്ളത്. ഒരുപാട് വിശദീകരണം ആവശ്യമുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണത്തിന് വിരുദ്ധമായി കൊണ്ട് തന്നെയാണ് ആ പ്രമേയത്തിൻ്റെ തുടക്കം. എന്നിട്ടോ അപ്പോൾ സമസ്തക്കാർ ചെയ്തു വരുന്ന മൗലൂദ് റാത്തീബ് ബദ്ദാത്ത് കുത്തയ്യത്തുകൾ ഒക്കെ തന്നെ 10ഓളം കാര്യങ്ങൾ താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് നോക്കുക. അത് മതവിരുദ്ധങ്ങളാണെന്നോ അഥവാ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഇമാമത്തിനും ഖാസി സ്ഥാനത്തിനും വളർത്താനെന്നും ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നു.
യോഗമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ക്രിസ്ത്യാനികളാണ് യോഗം കൂടി നിയമം പാസ്സാക്കൽ. ഖുർആനോ ഹദീസോ എന്തല്ല ഇവിടെ അവർ രേഖപ്പെടുത്തിയിട്ടില്ല. ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എന്നൊന്നും എന്ത് ചെയ്തില്ല, അവർ പറഞ്ഞിട്ടുമില്ല, എഴുതിയിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടുമില്ല. മനസ്സ് എന്ത് ചെയ്തു, സഭ കൂടി പാസ്സാക്കിയാണ് ഉണ്ടായത്. അതാണ് മനസ്സാക്കേണ്ടത്. സഭ കൂടി ഒരു പാസ്സാക്കി, ഖുർആൻ ഹദീസ് തെളിവ് തിരിച്ചുകൊണ്ടല്ല. പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിനെ എതിർക്കുന്നവർ, ഖുർആൻ ഓതിക്കൊണ്ട് ഹദീസ് ഓതിക്കൊണ്ട് അതാരാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത്? കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ പ്രമേയം അതാണല്ലോ. എന്താണ്? നബി സാഹിബത്ത് ചോദിച്ച് മാർഗണം ആണ്. അതിൽപ്പെട്ടത് മാത്രം നമ്മൾ സ്വീകരിച്ചതല്ലാത്ത വിദ്യാർത്ഥികളോ അല്ലാത്തതാണ് ശരിക്കും എത്തിപ്പെടുന്ന കാര്യങ്ങളാണ് ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നവരാ? മുജാഹിദീങ്ങൾ, കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രമേയം ഖുർആനും ഹദീസും അനുസരിച്ച് പ്രബോധനം ചെയ്യുക. അപ്പം അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിക്കാണെന്നോ, ഖുർആൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനം ശരിക്കാണെന്നോ, അത് ബിദ്അത്താണെന്നോ മതവിരുദ്ധങ്ങളാണെന്നോ എന്നാൽ ബിദ്അത്താണെന്ന് പറയുന്നവർ സുന്നികളല്ല, എന്നാൽ മുസ്ലിംകളല്ല. അവർ ഇമാമത്ത് പറ്റൂല, മുസ്ലിംകളായല്ലേ ഇമാമത്ത് പറ്റുള്ളൂ. ഖാസിസ്ഥാനത്തും പറ്റൂല, കൊല്ലത്തുവാനും യോഗമാണ് തീരുമാനിക്കുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ നബി സാഹിബ് ചോദിച്ച മാർഗം ഇന്നതാണെന്ന് വ്യക്തമാക്കി കൊടുത്ത് അതിന് വിപരീതമുള്ള കാര്യങ്ങൾ, അനാചാരങ്ങൾ, നബി സാഹിബ് പഠിപ്പിച്ചാത്ത കാര്യങ്ങൾ താഴെ എഴുതിയിട്ടുണ്ട്. മറ്റുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹ്യങ്ങൾ, ഇവരുടെ ദാത്ത്, ജാഹ്, ബർക്കത്ത് എന്നിവ കൊണ്ട് തവസ്സുൽ ചെയ്യൽ, നേരിട്ട് വിളിച്ച് സഹായത്തിന് ചോദിക്കൽ തുടങ്ങി ധാരാളം 31ഓളം അനാചാരങ്ങൾ എന്ത് ചെയ്യുന്നു താഴെ എഴുതിയിട്ടുണ്ട് അവർ. അതുകളൊക്കെ എന്ത് ചെയ്യുന്നു, അത് മതാനുഷ്ഠാനങ്ങളാണ്, മതാനുഷ്ഠാനങ്ങളാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ അനേകം വർഷം ചെയ്തു വന്നതാണ്. അതാ തെളിവ്. അള്ളാഹു റസൂൽ പഠിപ്പിച്ചതാണ് നല്ല തെളിവ്. ഖുർആൻ ഹദീസിലുണ്ട് നല്ല തെളിവ്. ഇപ്പോൾ അവർ പറയുന്നു 20ഓളം ആയത്തുകളുണ്ട്. അന്ന് 20ഓളം ആയത്ത് ഒരൊറ്റ ആയത്തോ ഒരു ഹദീസോ ഒരു തെളിവ് ഉദ്ധരിച്ചിട്ടുമില്ല. എന്നിട്ടോ മാത്രമല്ല അതിനെ എതിർക്കുന്നവർ, ഖുർആൻ ഓതിക്കൊണ്ട് ഹദീസ് ഓതിക്കൊണ്ട് എതിർക്കുന്നവർ സുന്നികളല്ല, മുസ്ലിംകളല്ല എന്ന് പറഞ്ഞാൽ ഇമാമത്ത് പറ്റൂല, അസിസ്ഥാൻ പറ്റൂല, കാഫിറുകളാണ്, അമുസ്ലിങ്ങളാണ്. ആരെ? ഒരു സംഘടന എന്ത് ചെയ്തു, പ്രമേയം എഴുതി പാസ്സാക്കിയിരിക്കുകയാണ്. അവർ 6ാം സമ്മേളനത്തിലും 50 സമ്മേളനത്തിലും 70 സമ്മേളനത്തിലും ആവർത്തിച്ച് എതിരില്ലാതെ പാസ്സാക്കി എടുത്ത് ചെയ്തു. ഇപ്പോഴും അവരെന്ത് ചെയ്യുന്നു, ആ പ്രമേയത്തിന് മീതിയാണ്. എന്നിട്ടോ അപ്പം ഇത്ര വളരെ ചിന്തിക്കണം ഇവിടെ. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു കാനമിൻ്റെ ആളൊന്നുമില്ല, കാനമിൻ്റെ സംഘടനയിൽപ്പെട്ട ആളല്ലാത്ത ഒരു പണ്ഡിതൻ പ്രസംഗിച്ചപ്പോഴെന്ത് പറഞ്ഞു, സുന്നികൾ സമസ്തക്കാരായ ആളുകൾ കാഫിര്യങ്ങളാണ്, അവരെന്ത് ചെയ്യാൻ പറ്റില്ല, അവർ പൊതുവേദി കഴിച്ചുകൊണ്ടവരാണ്, മരിച്ച മഹാന്മാരോട് സഹായം ചോദിക്കുന്നവരാണ്, ഷിർക്ക് ചെയ്യുന്നവരാണ്, അള്ളാഹിനോട് പാപമോചനം നേടുന്ന പകരം റസൂലുള്ളാഹിയുടെ പാപമോചനം നേടുന്നവരാണ്, ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്കീങ്ങളാണ്, അവർ കാഫിര്യങ്ങളാണ്, അവരെ തുടർന്ന് സ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാരണത്താൽ എന്ത് ചെയ്തു, വലിയ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അവർ. ഞങ്ങളെ കാഫറാക്കി എന്നും പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിപ്പെട്ടിരിക്കുന്ന ക്ഷോഭം എന്ത് ചെയ്യുന്നു, വലിയ ബാനറുകളൊക്കെ ആയിട്ട് ഒരു പ്രചരണത്തിറങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഏത് കാലഘട്ടത്തിലാണ്? 926 ശേഷമാണ് ഈ പ്രമേയം ഇത് പാസ്സാക്കിയത്. 6 സമ്മേളനത്തിൽ, 70 സമ്മേളനത്തിൽ, 50 സമ്മേളനത്തിലൊക്കെ ആവർത്തിച്ച് പാസ്സാക്കിയ ഇപ്പോൾ നിലവിലുള്ള ഈ പ്രമേയമാണല്ലോ. ആ പ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾ പറഞ്ഞതല്ല, ഒരു സംഘടനയുടെ പ്രമേയമായി ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട്. എന്ത്? ഖുർആനും ഹദീസും അനുസരിച്ച് നബി സാഹിബ് ചോദിച്ച മാർഗം ഇവിടെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നവർ സുന്നികളല്ല. അവർ എന്താണ്? ഇമാമത്ത് പറ്റൂല, ഖാസിസ്ഥാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവർ കാഫിറുകളാണ് എന്ന്. അതിനെതിരെയായിട്ട് നമ്മൾ ഈ കാലത്തിലിടയ്ക്ക് മുജാഹിദീങ്ങൾ അവരെ എതിർക്കേണ്ടതില്ലേ? ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഏതോ ഒരു പണ്ഡിതൻ പറഞ്ഞ കാരണത്താൽ എന്ത് ഷിർക്ക് ചെയ്യുന്നവരെ പിന്തുടർന്ന് നിസ്കരിക്കരുത്, അവർ കാഫിര്യങ്ങളാണ് എന്ന് പറഞ്ഞ കാരണത്താൽ ആകമാനം ഹാലിളകി മുജാഹിദീങ്ങളെതിരെ ആ മുജാഹിദീങ്ങളെ പേരിൽ വെച്ച് കെട്ടിക്കൊണ്ട് നിങ്ങളെന്ത് ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ നിങ്ങളെ പ്രമേയത്തിൽ എഴുതിണ്ടാക്കി
നിങ്ങൾ ആ കാലഘട്ടത്തിൽ 100 വർഷം മുമ്പ് എന്ത് ചെയ്തു? മുജാഹിദികൾ മുഴുവനും മുസ്ലിമുകളല്ല എന്ന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എഴുതിയുണ്ടായ പ്രമേയത്തിലൂടെ അത് വായിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള കാര്യമാണത്. നിങ്ങൾ മുഴുവനും തലയിൽ തട്ടിട്ടിരിക്കുന്നു, തല മാത്രം മറിച്ചിരിക്കുന്നു. മറ്റുള്ള ആവർത്തകളൊന്നും മറക്കാതെ തല മാത്രം മറച്ചു, അല്ലെങ്കിൽ തലയും മറച്ചിട്ടില്ല മനസ്സിലാക്കുക. തീരും വസ്ത്രം ധരിക്കാത്തവരാണ് നിങ്ങൾ മനസ്സിലാക്കുക, സമസ്തക്കാർ. എന്നാൽ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്തു? വസ്ത്രം മറച്ചപ്പോൾ, അവർത്ത് മറച്ചപ്പോൾ ഒരു ഭാഗം വ്യക്തമായി കണ്ടു, എവിടെയെങ്കിലും ഒരു ഭാഗം ആ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട്, ചെറിയൊരു അവർത്ത് വെളിവായപ്പോൾ നിങ്ങൾ ഒച്ചും പുളി ഉണ്ടാക്കുക. എന്ത്? അവരതാ അവർത്ത് കാട്ടി നടക്കണേന്നും പറഞ്ഞു. യഥാർത്ഥത്തിൽ നിങ്ങൾ തീരെയും എന്ത് ചെയ്തില്ല, നിങ്ങൾ വസ്ത്രം ധരിച്ചിട്ടില്ല. അതാണ് നിങ്ങളുടെ അവസ്ഥ. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ പ്രമേയം ഒന്ന് വായിച്ചു നോക്കണം. നിങ്ങൾ അന്ന് സഭ കൂടി പാസ്സാക്കി. ആരെ? ഖുർആൻ ഹദീസും അനുസരിച്ച് ഇവിടെ ജീവിക്കുന്നുണ്ട്. നബി സാഹിബ് ചോദിച്ചു മാർഗം പ്രബോധനം ചെയ്ത് ജീവിക്കുന്നവർ മുസ്ലിംകളല്ല, സുന്നികളല്ല, അവർ കാഫിറുകളാണ്, അവർ ഇമാമത്തിന് പറ്റൂല, ഖാസിസ്ഥാനത്തിന് പറ്റൂല എന്ന് പറഞ്ഞെന്ത് ചെയ്തു? പ്രമേയം എഴുതിണ്ടാക്കി 3 പ്രാവശ്യം ആവർത്തിച്ചു ചെയ്തു. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഏതുപോലെയാണ്? വസ്ത്രം ധരിക്കാത്തവർ അങ്ങനെ പൂർണ്ണാഗ്രഹരാണ്. എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ എന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഇല്ല. കേൾക്കുന്ന മുസ്ലിങ്ങൾ ചെയ്തു വരുന്നത് അതല്ല പ്രമേയമായി നിങ്ങൾ എഴുതിണ്ടാക്കിയിരിക്കുന്നത്. മുജാഹിദീങ്ങളോ നബി സേവത്തിൽ ചോദിച്ച മാർഗം ഇതാണ്, പ്രമേയം സ്വീകരിച്ച് അള്ളാഹു റസൂലും പഠിപ്പിച്ച മാർഗം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചിന്തിച്ചു നോക്കുക ബുദ്ധിയുള്ളവർ. ഇത് ഇപ്പോഴും ഈ പ്രമേയത്തിന് പിന്നാലെ തന്നെയാണ് അവർ. അതുകൊണ്ട് സമസ്ത എന്താണെന്ന് മനസ്സിലാക്കുക, സമസ്തയുടെ പ്രമേയത്തിലൂടെ. മുജാഹിദ് എന്താണെന്ന് മുജാഹിദിൻ്റെ പ്രമേയത്തിലൂടെ മനസ്സിലാക്കുക. നബി സാഹിബത്ത് ചോദിച്ച മാർഗം അലി സാബി, ഞാനും എൻ്റെ സാഹിബത്ത് ഏതൊരു മാർഗത്തിലോ ആ മാർഗം അതാണ് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ മാതൃകയായി പഠിപ്പിച്ചത്. അങ്ങനെ ജീവിക്കുന്നവരാണോ കണ്ണിന് കാഴ്ചയുള്ളവരായി സ്വർഗത്തിന് അവകാശികളായി ജീവിക്കുവാൻ അർഹര്? അതല്ല, കണ്ണിന് കാഴ്ചയില്ലാതെ ഖുർആൻ ഹദീസും ഒന്നും പ്രയോജനപ്പെടുത്താൻ പഠിക്കാതെ ഉൾക്കൊള്ളാതെ പൂർവികന വാപ്പപ്പുമാന മാർഗം കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകം വർഷം ചെയ്തു വന്നത് സഭ കൂടി പാസ്സാക്കി അതിന് പിന്നാലെ കൂടിയവരാണോ? ആരാണ് സന്മാർഗത്തിലേക്ക് മുൻകടക്കുന്നവർ? ഒന്ന് ചിന്തിച്ചു നോക്കുക എല്ലാവരും. എന്നിട്ട് അപ്പം മനസ്സിലാകും അള്ളാഹും റസൂലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് വഹി മുഖേന അറിയിച്ചു തന്ന പരിശുദ്ധ ഖുർആൻ, അതിൻ്റെ തഫ്സീറായ ചരിത്രങ്ങൾ, നബി സമയത്ത് ജയിച്ച മാർഗം, അതാണ് ഹിദായത്തിൻ്റെ മാർഗം എന്ന് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നത് മനസ്സിലാകും. അതുകൊണ്ട് ആ ഹിദായത്തിൻ്റെ മാർഗം നാം പഠിച്ചറിയണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി വായിച്ച് പഠിക്കണം. അത് തഫ്സീറായും ഹദീസും പഠിക്കണം. അത് നിർബന്ധമാണ്. അതാണ് ഒന്നാമതായി അള്ളാഹു മുസ്ലിം മുഖേന നമുക്ക് അറിയിച്ചെന്ന്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ വായിച്ചു പഠിക്കുക. ഖുർആൻ മുഴുവനും വായിച്ച് പഠിക്കുക. നാളെ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും. എന്താണ് ഇൽമ്? അവിടെ വെച്ച് കിതാബല്ലാഹ് വായിച്ചു പഠിച്ചു, ആമൻതു ബിഹി, അതിൽ ഞാൻ വിശ്വസിച്ചു, സത്യമായി സത്യമാക്കി എന്ന് പറയണമെങ്കിൽ, സാധിക്കണമെങ്കിൽ ഖുർആൻ അർത്ഥത്തോടു വായിച്ചു പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ ജീവിതത്തിൽ പാർഥ്യമാക്കണം. എങ്കിലേ നമുക്ക് അതിൽ വിശ്വസിച്ചു, അർത്ഥത്തോട് പഠിച്ചെങ്കിലല്ലേ വിശ്വസിച്ചു പറയാൻ പറ്റുള്ളൂ. സത്യമാക്കി എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയായിരിക്കണം നമ്മൾ ജീവിതത്തിൽ പാർഥ്യമാക്കേണ്ടത്. ആ ഒരു ബോധം നമുക്കുണ്ടാവുക. അതുകൊണ്ട് ഖുർആനും ഹദീസും അർത്ഥം കൊണ്ട് വായിച്ച് പഠിച്ച് അത് ഉപേക്ഷിക്കേണ്ടതെന്ന് ഉപേക്ഷിച്ച്
കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ കാര്യങ്ങൾ ഉപേക്ഷിച്ചു. മാതാക്കും റസൂൽ കൊണ്ടുവന്ന് മാതൃകയായി കൊണ്ടുവന്ന് സ്വീകരിക്കുക. മാനഹാത്മന ബന്ധു വിരോധിച്ച് കാലം വിട്ടുനിന്നുകൊണ്ട് മാതൃകളായി ജീവിച്ച് അത് വാദികൾ വാർത്തമാക്കി മാതൃകളായി ജീവിച്ച് മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുത്ത് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അള്ളാഹുവേ, ഞങ്ങൾ പാപികളാണ്, ധാരാളം പാപങ്ങൾ ഞങ്ങൾ വന്നു പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് നീ പുറത്തേണേ തമ്പുരാനെ. ഖുർആനും ഹദീസും പറയുവാനും അത് പ്രബോധനം ചെയ്യുവാനും ഞങ്ങൾക്ക് കൂടുതൽ ഇൽമ് നീ നൽകണമേ തമ്പുരാനെ. ഞങ്ങളിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അത് പറയുമ്പോൾ പ്രബോധനം ചെയ്യുമ്പോൾ സാധാരണക്കാരൻ ഞങ്ങൾക്ക് വന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് തിരുത്തി തരണമേ, പഠിപ്പിച്ചു തരണമേ. പാപങ്ങൾ പൂർത്തി തരണമേ തമ്പുരാനെ. ഞങ്ങൾ കരുതിക്കൂട്ടി പറയുകയല്ല, വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ പൂർത്തി തരണമേ. ഞങ്ങൾ രോഗികളാണ്, പ്രയാസങ്ങളും ഞെരുക്കളും ബുദ്ധിമുട്ടുകളുണ്ട്, പല ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ട്. പക്ഷേ തമ്പുരാനെ, എനിക്കറിയാം ഞങ്ങൾ മരിച്ചവരോട് സഹായം ചോദിക്കുന്നവരല്ല, റസൂലുള്ളാഹിനോട് പാപം നേടുന്നവരല്ല, ശിർക്കും പ്രവർത്തനങ്ങളും വിദഅത്തും വിട്ടു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നോല്ല മറ്റൊന്നും ദ്വാ ചെയ്യുവാനില്ല. ഞങ്ങൾ ദ്വാ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ എല്ലാം നീക്കിക്കളഞ്ഞു, അഥവാ പ്രയാസം ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ ക്ഷമിച്ചുകൊണ്ട് നിൻ്റെ നന്ദിയുള്ള അടിമകളായി ജീവിച്ചു മരിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ഞങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സ്വാലിഹാമിലായി നീ സ്വീകരിക്കണമേ. അതിനേതേ പ്രവർത്തിച്ചുകൊണ്ട് പിശാച് ശരണം ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്കും ഞങ്ങൾ മുസ്ലിമായ മരിച്ച എല്ലാ ബന്ധുമിത്രാദികൾക്കും നീ പൂർത്തിയണമേ തമ്പുരാനെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.